ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീന ദേശീയ ടീം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഫൈനലിസിമ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് വേൾഡ് കപ്പ് നടക്കുക. ഇതിനു വേണ്ടിയുള്ള ടീം കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് അവരുടെ പരിശീലകനായ സ്കലോണിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂൾ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അതായത് അർജന്റീൻ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർനാച്ചോ അർജന്റീന ടീമിൽ നിന്നും പുറത്തു പോവുകയാണ്. വരുന്ന സ്ക്വാഡുകളിൽ അദ്ദേഹത്തിന് ഇടമുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഗാസ്റ്റൻ എഡൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വരുന്ന വേൾഡ് കപ്പിൽ ഗർനാച്ചോക്ക് കളിക്കാനുള്ള ഒരു അവസരം ലഭിച്ചേക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം ഒരുപാട് താരങ്ങൾ ഗർനാച്ചോയേക്കാൾ ഇപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിന് വേണ്ടി ഗർനാച്ചോക്ക് നല്ല രൂപത്തിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ഫ്ലാക്കോ ലോപ്പസും പനിച്ചെല്ലിയുമാണ്. രണ്ടുപേരും മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്ന താരങ്ങളാണ്. കൂടാതെ ദിബാലയുമുണ്ട്. അങ്ങനെ ആ ഒരു സ്പോട്ടിന് വേണ്ടി ഒരുപാട് താരങ്ങളുടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഗർനാച്ചോക്ക് സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സ്കലോണിയും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫും ഈ ഒരു താരത്തിന് വലിയ പരിഗണന നൽകുന്നില്ല. നമുക്കറിയാം, ചെൽസിക്ക് വേണ്ടിയാണ് ഗർനാച്ചോ കളിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം അവിടെ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവസരങ്ങൾ പൊതുവെ കുറവാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കാറുള്ളത്. പ്രീമിയർ ലീഗിൽ 15 മത്സരങ്ങൾ കളിച്ച ഗർനാച്ചോ ഒരു ഗോളും 3 അസിസ്റ്റും മാത്രമാണ് നേടിയിട്ടുള്ളത്. ഏതായാലും പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഗർനാച്ചോക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്താനാണ് ഇപ്പോൾ സ്കലോണി ആലോചിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.